ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കേളികളുടെ എപ്പിസോഡിൽ വി ആർ ഗോണ ഡിസ്കസ് അബൌട്ട് സം ഇമ്പോർട്ടൻറ്റ് ലീഗൽ മാക്സിംസ്. അത് നമ്മൾ ബേസിക്കലി LLB എൻട്രൻസ് എഴുതുന്ന സ്റ്റുഡൻസിനെ എയിം ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ജനറൽ ആയിട്ടുള്ള ലീഗൽ മാക്സിംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഐ തിങ്ക് ഇതിപ്പം LLB സ്റ്റുഡൻസ് എന്നുണ്ടെങ്കിൽ അവർക്കും യൂസ്ഫുൾ ആയിരിക്കും, LLB പെർസ്യൂ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ. അല്ലാതെ നിങ്ങളിപ്പം എൻട്രൻസ് പോകുന്ന കുട്ടികളാണെങ്കിലും ഇതിലേക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇത് ബേസിക് ആയിട്ടുള്ള നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു മാക്സിംസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്സിംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഓരോ മാക്സിംസും നോക്കാം. സോ ബേസിക്കലി ഒരു ലീഗൽ മാക്സിം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാറ്റിൻ ഫോമിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന ഒരു ലീഗൽ പോളിസി അല്ലെങ്കിൽ ഒരു റെഗുലേഷൻ വേണമല്ലോ, അത് ലാറ്റിൻ ഫോമിൽ ആക്കുന്നതിനെയാണ് നമ്മൾ ലീഗൽ മാക്സിം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓരോ മീനിങ്ങുകൾ ഉണ്ടായിരിക്കും. ആ മീനിങ് വെച്ചിട്ടാണ് നമ്മൾ ലോ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ലീഗൽ മാക്സിംസും നോക്കാം. ബേസിക്കലി ഓരോ ലീഗൽ മാക്സിംസ് എന്ന് പറയുമ്പോൾ യു ക്യാൻ എക്സ്പെക്റ്റ് ഇറ്റ് ലൈക്ക് നമുക്ക് ആ മാക്സിം തന്നിട്ട് അതിൻ്റെ മീനിങ് ചോദിക്കാം, അല്ലെങ്കിൽ വൈസ് വേഴ്സ, അതായത് മാക്സിമിൻ്റെ മീനിങ് തന്നിട്ട് ഇത് ഏത് ലീഗൽ മാക്സിം ആണ് എന്ന് ചോദിക്കാം. ചിലത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ലീഗൽ മാക്സിംസ് ഉണ്ട്. അതിൻ്റെ മീനിങ് ലൈക്ക് ടിപ്പിക്കലി നമ്മൾ ജസ്റ്റ് ജനറൽ ആയിട്ട് നോക്കുമ്പോൾ മേ ബി മീനിങ് വേറെ ആയിട്ട് തോന്നുന്നതുണ്ടായിരിക്കും. അങ്ങനെ പലതരത്തിൽ കൺഫ്യൂസിങ് ആയിരിക്കും. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറലായി വരുന്ന ലീഗൽ മാക്സിമുകൾ ഈ ഒരു വീഡിയോയിൽ നമുക്കിനി നോക്കാം. അപ്പോൾ ആദ്യത്തെയാണ് ഉബി ജസ് ഇബി റെമഡിയം. ഉബി ജസ് ഇബി റെമഡിയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേർ ദർ ഇസ് എ റൈറ്റ് ദർ ഇസ് എ റെമഡി. ഒരു റൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു റെമഡി അവിടെ ഉണ്ട്. ഓക്കെ, ഉബി ജസ് ഇബി റെമഡിയം, അതായത് എവിടെയാണോ ഒരു റൈറ്റ് ഇരിക്കുന്നത് അവിടെ ഒരു റെമഡി ഉണ്ടാവണം. ഇപ്പോൾ ദർ ഇസ് എ റൈറ്റ് ദർ ഇസ് എ റെമഡി. അതാണ് ആദ്യത്തെ ലീഗൽ മാക്സിം. രണ്ടാമത്തെയാണ് ഓഡി ഓൾട്രം പാട്ടം. ഓഡി ഓൾട്രം പാട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ടു ഹിയർ ദി അതർ സൈഡ്, അല്ലാന്നുണ്ടെങ്കിൽ ടു ഓഡി ഓൾട്രം പാട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോ വൺ ഷാൽ ബി കണ്ടംപ്ഡ് അൺഹേർഡ്, അതായത് ഒന്നും കേൾക്കാതെ ഒരാൾ ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയില്ലേ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഓഡി ഓൾട്രം പാർട്ടം കൊണ്ട്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇഗ്നോറൻഷ്യ ജൂറസ് നോൺ എക്സ്ക്യൂസാറ്റ്. ദിസ് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇത് ലോ സ്റ്റുഡൻസിനെല്ലാം കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു മാക്സിം ആയിരിക്കും. ഈ ഒരു ലീഗൽ ലാറ്റിൻ വേർഡ് ടേമിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. ദാറ്റ് ഇസ് ഇഗ്നോറൻഷ്യ ജൂറസ് നോൺ എക്സ്ക്യൂസാറ്റ്. അപ്പം നമ്മൾ ആലോചിക്കുക, ഇഗ്നോറൻഷ്യ എന്ന് പറയുമ്പോൾ അതിനെ ഇഗ്നോറൻസ് എന്നാക്കാം. ജൂറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ റിലേറ്റഡ് അല്ലേ. അപ്പോൾ ഇഗ്നോറൻസ് ഓഫ് ലോ എന്ന് പറയുന്നത് നോൺ എക്സ്ക്യൂസാറ്റ് ആണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നാണ്. അപ്പോൾ ലോനെ ഇഗ്നോർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് ആക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. സോ ദ ലാറ്റിൻ മാക്സിം ലീഗൽ മാക്സിം ഇഗ്നോറൻഷ്യ ജൂറസ് നോൺ എക്സ്ക്യൂസാറ്റ് മീൻസ് ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വന്നിട്ടാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ ടോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിനകത്ത് നിങ്ങൾ പഠിക്കും. അതിനകത്ത് പറയുന്നത് നോ മാൻ ക്യാൻ എൻഫോഴ്സ് എ റൈറ്റ് വിച്ച് ഹി ഹാസ് വോളണ്ടറിലി വേവ്ഡ് ഓർ ആബൻഡൻഡ്. അതായത് വോളണ്ടറി ആയിട്ട് ഞാനിത് സഹിക്കാം എന്ന് പറഞ്ഞാൽ അത് സഹിച്ചേ പറ്റൂ. അതുമൂലം ഉണ്ടായിട്ടുള്ള കോൺസിക്വൻസസിനെ ലീഗലി അയാൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതായത് അയാൾ തന്നെ സ്വയം ഏറ്റുവാങ്ങാമെന്ന് പറഞ്ഞിട്ടുള്ള കോൺസിക്വൻസ് ആണെന്നുണ്ടെങ്കിൽ ലോ മി നോട്ട് ഹെൽപ്പ് ഇറ്റ്. കാരണം ഓൾറെഡി അയാളുടെ ഒരു വോളണ്ടറിലി ആയിട്ടുള്ള ഒരു കൺസെൻറ്റ് അവിടെ ഉണ്ട് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ അതാണ് വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജൂറിയ എന്ന് പറയുന്ന മാക്സിമിനകത്ത് പറയുന്നത്. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേസുകളൊക്കെ വരുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ ജസ്റ്റ് ലീഗൽ മാക്സിമം പറഞ്ഞു തന്നിട്ടാണ്. ഇത് നമ്മുടെ എനിക്ക് തോന്നുന്നു നോ ഫോൾ ലയബിലിറ്റീൻ്റെ ആ ഒരു ഭാഗത്ത്, സ്ട്രിക്റ്റ് ലയബിലിറ്റി പ്രിൻസിപ്പിൾ ആ ഒരു ഭാഗത്ത് വരുന്നതാണ്. ഇനി വരുന്ന വേറൊരു മാക്സിമാണ് ഡാംനം സൈൻ ഇൻജൂറിയ. ഡാംനം സൈൻ ഇൻജൂറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമേജ് സഫേർഡ് ബൈ ദ പ്ലെയിൻറ്റിഫ് വിത്തൗട്ട് എനി വയലേഷൻ ഓഫ് ഹിസ് ലീഗൽ റൈറ്റ്. ഡാംനം സൈൻ ഇൻജൂറിയയും ഇൻജൂറിയ സൈൻ ഡാംനം എന്ന് പറയുന്ന രണ്ട് മാക്സിം ഉണ്ട്. ഇത് രണ്ടും അങ്ങോട്ടും കൺഫ്യൂസിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഇറ്റ് ഈസ്, പക്ഷെ നമുക്കത് കൺഫ്യൂസിങ് അല്ലാത്ത രീതിയിൽ പഠിക്കാം. ഡാംനം സൈൻ ഇൻജൂറിയ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഫസ്റ്റ് വേർഡ് എന്താ? ഡാംനം, ഡാമേജ് എന്നാണ് അതിൻ്റെ മീൻ. അപ്പോൾ അവിടെ ആ സാധനം ഉണ്ട് എന്ന് ആലോചിക്കുക, അതായത് ഡാമേജ് അവിടെ സഫർ ചെയ്തിട്ടുണ്ട്. ഡാംനം സൈൻ ഇൻജൂറിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാമേജ് അവിടെ ഉണ്ട്, പക്ഷെ അവിടെ ലീഗൽ റൈറ്റിൻ്റെ വയലേഷൻ ഉണ്ടായിട്ടില്ല. ദാറ്റ് ഈസ് ഡാംനം സൈൻ ഇൻജൂറിയ. ഇനി ഇൻജൂറിയ സൈൻ ഡാംനം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ വേർഡ് ഉണ്ടെന്നല്ല നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇൻജുറി അവിടെ ഉണ്ട്, അതായത് ഒരു ലീഗൽ ഇൻജുറി അവിടെ ഉണ്ട്, പക്ഷേ ഡാമേജ് അവിടെ അല്ലെങ്കിൽ ഹാം അല്ലെങ്കിൽ ലോസ് അവിടെ ഉണ്ടായിട്ടില്ല. ലീഗൽ ഇൻജുറി സഫേർഡ് ബൈ ദ പ്ലെയിൻറ്റിഫ് വിത്തൗട്ട് എനി ഹാം ഓർ ലോസ്. ഇനി ഇതിനോട് കണക്റ്റഡ് ആയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ദാറ്റ് ഈസ് ഇവിടെ ഇൻജുറി എന്ന് ഉദ്ദേശിക്കുന്നത്
ഒരാൾക്ക് പരിക്ക് പറ്റുക എന്നുള്ളതല്ല, മറിച്ച് അവിടെ ഒരു ലീഗൽ ഇഞ്ചുറിയാണ്. അതായത് നിയമം റിലേറ്റഡ് ആയിട്ട് അയാൾക്ക് ഒരു ലീഗൽ റൈറ്റിൻ്റെ വയലേഷൻ ഉണ്ടായി എന്നാണ് ലീഗൽ ഇഞ്ചുറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡാമേജ് എന്ന് പറയുന്നത് ലോയിൽ വരുമ്പോൾ, ഇതിപ്പോൾ ഞാനിത് പറയാൻ കാരണം ലോ സ്റ്റുഡൻസ് കാണുന്നുണ്ടെങ്കിൽ വിചാരിക്കും ഇതൊക്കെ എന്തിനാണ് പറയുന്നത്, പക്ഷേ ഇതിൽ LLB എൻട്രൻസ് ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ ഇറ്റ് മേ ബി യൂസ്ഫുൾ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 2 ടേമുകൾ ലോയിൽ വരുന്നത്, ഡാമേജും ഡാമേജസും. ഈ ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാ ഡാമേജ് പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡാമേജ് ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോയിൽ പറയുന്നത് അതിനൊരു ലോസ് സംഭവിച്ചു അല്ലെങ്കിൽ ഒരു ഹാം ഉണ്ടായി എന്നാണ് അവിടെ ഡാമേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ഡാമേജസ് എന്ന് പറയുമ്പോൾ കുറേ ലോസ് ഉണ്ടായി എന്നല്ല അതിൻ്റെ അർത്ഥം. ഡാമേജസ് ഇൻ ലീഗൽ സെൻസ് വിച്ച് മീൻസ് കോമ്പൻസേഷൻ എന്നാണ്. അത് നിങ്ങളൊന്ന് ആലോചിക്കുക. കാരണം ചില ടേമുകൾ ലോയിൽ വരുന്ന സമയത്ത് നമ്മൾ ജനറലി പറയുന്ന ഇംഗ്ലീഷ് ടേംസ് ആയിരിക്കാം, ബട്ട് ദ മീനിങ് മേ ബി ഡിഫറെൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ലോ. സോ യു ഹാവ് ടു ബി കോൺസെൻട്രേറ്റഡ് ഓൺ ദോസ് കൈൻഡ് ഓഫ് ടേംസ്. നെക്സ്റ്റ് പറയുന്ന ഒരു മാക്സിമാണ് ഇഗ്നോറൻഷ്യ ഫാക്ടി എക്സ്ക്യൂസാറ്റ്. ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഗ്നോറൻഷ്യ ജൂറിസ് നോൺ എക്സ്ക്യൂസാറ്റ് വിച്ച് മീൻസ് ഇഗ്നോറൻസ് ഓഫ് ലോ ഇസ് നോട്ട് എൻ എക്സ്ക്യൂസ്. ഇവിടെ നമ്മൾ ഇഗ്നോറൻഷ്യ ഫാക്ടി എക്സ്ക്യൂസാറ്റ് എന്ന് പറയുന്നത് അത് തന്നെ നമുക്ക് മനസ്സിലാക്കല്ലോ. ഇഗ്നോറൻസ് ഓഫ് ഫാക്ട് ഈസ് ആൻ എക്സ്ക്യൂസ്. ഫാക്റ്റ് ഇഗ്നോർ ചെയ്തു എന്നുള്ളത് വേണമെങ്കിൽ ഒരു എക്സ്ക്യൂസ് ആയിട്ട് യു ക്യാൻ പറയാം. പിന്നെ പറയുന്ന മറ്റൊരു വരുന്ന ഒരു ഇതിലേക്ക്, അതായത് ലീഗൽ മാക്സിമം, മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ മാക്സിമം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ നിർത്താം. അതായത് ക്യൂ ഫെസിറ്റ് പെർ അലിയം ഫെസിറ്റ് പെർ സെ. ക്യൂ ഫെസിറ്റ് പെർ അലിയം ഫെസിറ്റ് പെർ സെ എന്ന് പറയുന്ന ഒരു ലീഗൽ മാക്സിം ഉണ്ട്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹീ ഹൂ ആക്ട്സ് ത്രൂ നെതർ ഡസ് ദി ആക്ട് ഹിംസെൽഫ്. അതായത് മറ്റൊരാൾക്ക് വേണ്ടി, മറ്റുള്ള ആളിലൂടെ ഒരാളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹം തന്നെയാണ് ആ ഒരു ആക്ട് ചെയ്തതായിട്ട് കണക്കാക്കുക. സോ ക്യൂ ഫെസിറ്റ് പെർ ആലിയം ഫെസിറ്റ് പെർ സെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹീ ഹൂ ആക്ട്സ് ത്രൂ നെതർ ഡസ് ദി ആക്ട് ഹിംസെൽഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞ ഒരു മാക്സിമുകളും അതേപോലെ തന്നെ അതിൻ്റെ മീനിങ്ങും മാത്രം ജസ്റ്റ് ഞാനൊന്ന് ഒന്നും കൂടെ ഒന്ന് പറയാം. ഉബി ജസ് ഇബി റെമഡിയം വിച്ച് മീൻസ് ദർ ഈസ് എ റൈറ്റ് ദർ ഈസ് എ റെമഡി. ഓഡി ഓൾട്രം പാട്ടം which means no one shall be condemned unheard. Next one is ignorantia juris non excusat, which means ignorance of law is not an excuse. Next one is volunti non fit injuria, which means no man can enforce a right which he has voluntarily waived or abandoned. Next is damnum sine injuria, which means damage suffered by the plaintiff without any violation of his legal right. Injuria sine damnum, which means legal injury suffered by the plaintiff without any harm or loss. Next is ignorantia facti excusat, which means ignorance of fact is an excuse. Last maxim is Q facet per alium facet per se, which means he who acts through another does the act himself. പിന്നെ ഈ പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ വാദി എന്നുള്ള രീതിക്കും ഡിഫൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എതിർകക്ഷി എന്നുള്ള രീതിക്കുമാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയാൻ കാരണം ഞാൻ പറഞ്ഞാൽ ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ്. സോ ബേസിക് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോനകത്ത് ലീഗൽ മാക്സിംസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ മറ്റേ ബിഗിനേഴ്സ് അല്ലെങ്കിൽ കോച്ചിങ്ങിന് പോകുന്നവർ അല്ലെങ്കിൽ LLB എൻട്രൻസ് എഴുതുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് ടു listen some other classes related to law which is basic, അതായത് ബിഗിനിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് അറിയേണ്ട ബേസിക് ആയിട്ടുള്ള ലീഗൽ ടേംസ് അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ സിംപ്ലസ്റ്റ് ആയിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് വീഡിയോസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അതുപോലെ ചെയ്യാം. ഓക്കെ, സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. താങ്ക് യു.